കോൺഗ്രസ് എം പി ആന്റോ ആന്റണിക്കെതിരെ ഗുരുതര ആരോപണവുമായി പത്തനംതിട്ടയിൽ പൂട്ടിപ്പോയ നെടുമ്പറമ്പിൽ ഫിനാൻസ് ഉടമ എൻ.എം. രാജു 2 കോടി രൂപ വാങ്ങിയ ആന്റോ ആന്റണി നിരവധി തവണ പണം തിരികെ ചോദിച്ചിട്ടും മടക്കി നൽകിയില്ലെന്ന് രാജു പറയുന്നു. എന്നാൽ തെരഞ്ഞെടുപ്പ് സംഭാവനയാണ് വാങ്ങിയതെന്നും തുക തിരികെ നൽകിയെന്നും എം പി വിശദീകരിച്ചു. എന്നാൽ വാങ്ങിയതും തിരികെ നൽകിയതും എത്ര തുകയാണെന്നത് ആന്റോ വെളിപ്പെടുത്തിയില്ല. തന്ത്രി കണ്ഠരര് രാജീവരുടെ പണം സ്ഥാപനത്തിലെത്തിയിട്ടില്ല. തന്ത്രിയെയോ കുടുംബത്തെയോ പരിചയമില്ലെന്നും രാജു പറഞ്ഞു. ആന്റോ ആന്റണിക്കെതിരെ ഗുരുതരമായ സാമ്പത്തിക തട്ടിപ്പ് ആരോപണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് നെടുമ്പറമ്പിൽ ഫിനാൻസ് സ്ഥാപന ഉടമ എൻ.എം. രാജു. 2 മാസത്തിനകം തിരികെ നൽകാമെന്ന ഉറപ്പിൽ ആന്റോ ആന്റണി തന്റെ പക്കൽ നിന്നും 2 കോടി രൂപ വാങ്ങിയെന്നും എന്നാൽ 7 വർഷം കഴിഞ്ഞിട്ടും 20 ലക്ഷം രൂപ മാത്രമാണ് തിരികെ നൽകിയതെന്നും രാജു വെളിപ്പെടുത്തി. ആന്റോ ആന്റണി എന്റെ അടുത്തുനിന്ന് ലോൺ എടുത്തു 2 മാസത്തിനകം ഈ കാശ് തിരിച്ചു തരുമെന്നാണ് പറഞ്ഞത്. ഈ 2 മാസവും കഴിഞ്ഞിട്ട് ഇപ്പോൾ ഏതാണ്ട് 7 വർഷമായി ഈ വായ്പ തിരിച്ചു തരാനായിട്ട് അദ്ദേഹം തയ്യാറായില്ല. 2 പ്രാവശ്യമായിട്ട് 10 20 ലക്ഷം രൂപ മാത്രമേ അദ്ദേഹം തിരികെ തന്നിട്ടുള്ളൂ. തന്റെ സ്ഥാപനം വലിയ പ്രതിസന്ധി നേരിട്ട ഘട്ടത്തിൽ മകൾ ഉൾപ്പെടെ എം പിയുടെ വീട്ടിൽ ചെന്ന പണം ആവശ്യപ്പെട്ടുവെങ്കിലും അദ്ദേഹം നൽകാൻ തയ്യാറായില്ല എന്നും 1000 തവണയെങ്കിലും പണത്തിനായി അദ്ദേഹത്തെ സമീപിച്ചിട്ടുണ്ടെന്നും രാജു ആരോപിച്ചു. ആന്റോ ആന്റണിയുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിന്റെ പുറത്താണ് യാതൊരു ഈടുമില്ലാതെ ഓഫീസിലെ അക്കൗണ്ട് വഴി ഈ പണം നൽകിയത്. അന്ന് തങ്ങൾ UDFന്റെ ഭാഗമായിരുന്നതിനാലാണ് ഇത്തരമൊരു സഹായം ചെയ്തതെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാനുമായിട്ടുള്ള വ്യക്തിബന്ധം വെച്ചുകൊണ്ട് ഞാൻ ചെയ്തതാണ്. പക്ഷേ അദ്ദേഹത്തിന്റെ അന്നത്തെ ഒരു സാഹചര്യം അന്ന് ഞങ്ങൾ UDFലാണ്. എൻ.എം. രാജുവിന് മറുപടിയുമായി ആന്റോ ആന്റണി രംഗത്തെത്തി. രാജുവിൽ നിന്നും വാങ്ങിയ പണം തിരികെ നൽകിയെന്നാണ് ആന്റോ ആന്റണി പറയുന്നത്. തെരഞ്ഞെടുപ്പിൽ സംഭാവനയ്ക്കായാണ് പണം നൽകിയത്. എത്ര പണം വാങ്ങി എന്നതിൽ ആന്റോ ആന്റണി വ്യക്തമായ മറുപടിയും നൽകിയില്ല. എന്നെ സഹായിച്ചിരുന്നു. തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞപ്പോൾ പണം വേണമെന്ന് പറഞ്ഞു. ആ പണം ഞാൻ തിരിച്ചു കൊടുത്തു. എനിക്ക് ഇത്രയും കാര്യങ്ങൾ അദ്ദേഹം ഉന്നയിച്ച ആരോപണത്തിനുള്ള മറുപടി ഞാൻ പറഞ്ഞു. അത് അദ്ദേഹത്തിന് തിരിച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ എന്തെങ്കിലും അദ്ദേഹത്തിന് കൊടുക്കാനുണ്ടെന്ന് ഏതെങ്കിലും ഇപ്പൊ അദ്ദേഹം ഇടതുമുന്നണിയിലാണ് നിൽക്കുന്നത്. ഇടതുമുന്നണിയുടെ സമ്മർദ്ദം കൊണ്ട് അയാൾക്ക് എന്തെങ്കിലും ആരോപണം ഉന്നയിക്കാണ്ട് അയാൾ നിയമപരമായിട്ട് കേസ് കൊടുത്തു. ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് അന്വേഷണം നേരിടുന്ന ഫിനാൻസ് സ്ഥാപനത്തിന്റെ ഉടമയാണ് എൻ.എം. രാജു. തന്ത്രി കണ്ഠരര് രാജീവരുടെ തന്റെ സ്ഥാപനത്തിൽ പണം നിക്ഷേപിച്ചിട്ടില്ല എന്നും രാജു പറഞ്ഞു. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.